അപ്പോൾ എൻ്റെ ചെമ്മാസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ ഒരുവിധ സുഖം തന്നെ. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി കേട്ടോ, ഏതാനും ദിവസം. കാരണം വേറെ ഒന്നുമല്ല, ഫോണിൻ്റെ പ്രശ്നമാണ് മെയിൻ. ഫോൺ ചീത്തയായി പോകും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരുടെ വീഡിയോകളും ഞാൻ കാണുന്നുണ്ട്, എല്ലാ വീഡിയോകളും കാണുന്നുണ്ട്. കമൻ്റ് അയക്കാൻ സമയത്തും അക്ഷരങ്ങളും തെളിയാത്തതുകൊണ്ട് ചിലപ്പോൾ സ്റ്റിക്കർ അയക്കാൻ പറ്റും കേട്ടോ. ഞാൻ അതുകൊണ്ട് കണ്ടെന്ന് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി സ്റ്റിക്കർ അയക്കും. അവിടെ എല്ലാവരും വിഷമിക്കരുത്, എല്ലാവരുടെ വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. കമൻ്റ് അയക്കാൻ പറ്റുന്നില്ലേ കേട്ടോ. ജയ, ജിത, സുപ്രിയ, ലതിക, എല്ലാവരും, നസീമ, എല്ലാവരും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി മോൻ മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ദോശ ഉണ്ടല്ലോ, ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. കാരണം ഇതിലോടൊപ്പം ഞാൻ കുറച്ച് വെള്ള അവൽ കൂടി കുതിർത്ത് അരച്ചിട്ടുണ്ട്. ഇതായിരിക്കുന്നുണ്ടോ വെള്ള അവൽ? ഇത് കുറച്ചെടുത്ത് കുതിർത്ത് അരിയോടൊപ്പം അരച്ചിട്ടുണ്ട്. എന്നാൽ അരിയുടെ 4 ഭാഗം ഉഴുന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉഴുന്നിനോടൊപ്പം കുറച്ച് ഉലുവ കൂടി, 2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തു. അരിയോടൊപ്പം ഇത് കുതിർത്ത് ചേർത്ത്. നല്ല രുചിയാണ് ഈ വെള്ള അവൽ ചേർത്താൽ. ദോശയെല്ലാം ഒഴിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നൈസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ കുറച്ച് ചൗവരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചൗവരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ, നമ്മൾ പായസത്തിലൊക്കെ വയ്ക്കുന്ന ചൗവരി. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്തോ. അതുകൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ദോശ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാനും പറ്റും. ചമ്മന്തിയാണ് കൂട്ടാൻ, ചട്നി. ഇത് ഞാൻ കുറച്ച് എന്താണെന്നറിയോ, ക്യാബേജ് തോരന് വേണ്ടിയിട്ട് വളരെ കുറച്ച്, ഇപ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ വയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇന്നും ഇവിടെ ആരുമില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ മോനുണ്ടാവും. പിന്നെ ക്യാബേജ് തോരന് വേണ്ടി അരിഞ്ഞ് അതിന് എരിവിന് വേണ്ടി പച്ചമുളകും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് ചേർത്ത് ഞാൻ ഉഴുന്നും പരിപ്പ് ഇട്ട് കടുക് വറുത്തിട്ട് വേവുന്നവരെ ഇളക്കുകയാണ്. ഇതിലേക്ക് ഇനി തേങ്ങ, മുളക് പൊടി ചേർക്കില്ല, തേങ്ങയും ജീരകവും മാത്രം ചതച്ച് ചേർക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ഊണിലുള്ള തോരൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്ന മീൻ, നമ്മുടെ നാട്ടിൽ ഇതിനെ നവര എന്നാണ് പറയുന്നത്, കിളിമീനെന്നും പറയാറുണ്ട്. ഇതാണ്. ഞാനിന്ന് കറി വയ്ക്കുന്നില്ല, ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഓണം കഴിഞ്ഞതിന് ശേഷം മീനൊന്നും വാങ്ങിയില്ല, ഇന്നാണ് വാങ്ങിയത്. ഞാനതിനെ ഇനി ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാൻ പോകും. അങ്ങനെ മീൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ 1/2 കപ്പ് ഗ്രേപ്സ് എടുത്തിട്ട് 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളവും ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാണ് അടിച്ചത്. കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെള്ളം ദാഹമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുഴപ്പം ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. ഈ ഗ്രേപ്സ് എടുത്തിട്ട്, എൻ്റെ മറ്റേ കയ്യിൽ ഫോണാണ് കേട്ടോ, ഇതിൻ്റെ തൊലി കളഞ്ഞ് അതിനകത്ത് 2 ചെറിയ അരി കാണുമല്ലോ, അതും കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് ഒരു 7 എണ്ണം എടുക്കണം. 6 7 ഗ്രേപ്സ് എടുത്ത് ഒരു പാത്രത്തിലിട്ട് ആ പൾപ്പ് മാത്രം എടുത്തിട്ട് അതിനെ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് എത്ര സമയം വേണമെങ്കിലും ഇട്ടേക്കാം. സാധാരണ നമ്മൾ കെമിക്കൽസ് ചേർന്ന സാധനങ്ങളാണ്. 20 മിനിറ്റ്, ഏറിയാൽ 1/2 മണിക്കൂർ, അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയണം. അത് കിട്ടും. ഇതങ്ങനെയല്ലല്ലോ, തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയണം. അങ്ങനെ അടുത്തടുത്ത് ഒരാഴ്ച ചെയ്താൽ തന്നെ മുഖത്തിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് കുടിച്ചോട്ടെ. ഇനി മീൻ ഗ്രേവിക്കാൻ പോവുകയാണ്. അങ്ങനെ ക്യാബേജ് തോരൻ റെഡിയായി. കുറച്ച് തേങ്ങയും ജീരകവും കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വഴറ്റി ചിക്കി ഉലർത്തിയെടുക്കുക. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. പഴയതുപോലെ തന്നെ വീഡിയോ ഇട്ടില്ലെങ്കിലും എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അതിലെനിക്ക് വളരെ സന്തോഷം. അവർക്കെല്ലാം പ്രത്യേകം നന്ദിയുണ്ട്. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളു. അങ്ങനെ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിനെ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി
മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് പൊടികളെല്ലാം കൂടി. മുളക് പൊടി, ഉപ്പ് പൊടി, ലേശം അരിപ്പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി മുതലായവ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു. പേസ്റ്റ് രൂപത്തിലാക്കിയില്ല. അങ്ങനെ ഇതും കൂടെ അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്യും. ഇതും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ജോലിയൊക്കെ റെഡിയാവും. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സുഖമായ സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം. 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവൻ്റെ എന്നെ ഉപദേശിച്ചതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മളോടൊപ്പം പഠിച്ച പലരും ഇന്ന് നമ്മളെക്കാൾ രോഗികളാണെന്നും പലരും ഇടയ്ക്ക് മരണപ്പെട്ടുണ്ടെന്നും ഒക്കെ, അതുകൊണ്ട് പക്ഷേ ടെൻഷൻ അടിക്കരുതെന്നും ഉള്ളത് കൈവച്ച് സന്തോഷമായിട്ടിരിക്കണമെന്നും വസന്തലതിക എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്. ഇടയ്ക്ക് ഞാനും മോനും ഏതും കൂടെ പോയിരുന്നു. അങ്ങനെ എന്നെ കുറേ ഉപദേശിച്ചു. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. എല്ലാവരും അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നമ്മൾ ഇന്നാണ് ജീവിക്കുന്നത്, ഇന്നലെയോ നാളെയോ അല്ല. ശരി, ഇതിനി അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞു. മീൻ ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി പാനിലിട്ട് കഴിഞ്ഞ് ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഊണ് കഴിക്കാം. ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ ജോലി തീരും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ ആയോ? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയൊക്കെ അറിയും? ഊണ് കഴിഞ്ഞു? ഊണിക്കേണ്ട സമയം ആയില്ല കേട്ടോ, 1 മണി ആയില്ല. എനിക്ക് 1 മണിയാണ് കറക്റ്റ്. ഇല്ലെങ്കിൽ ഗ്യാസ് സമയത്തിന് ഭക്ഷണം കഴിച്ച് ഗ്യാസ് അസിഡിറ്റി മുതലായവ ഉണ്ടാവും. അത് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ കൃത്യസമയം പാലിക്കുന്നു. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.